ടൈം ട്രാവലുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർസ്റ്റെല്ലാർ സിനിമയിൽ ബ്ലാക്ക് ഹോളിന് സമീപത്തുള്ള ഗ്രഹത്തിലേക്ക് ആ ഒരു സംഘം പോകുന്നു. ഏതാണ്ട് ഒരു മണിക്കൂറോ മറ്റോ അവരവിടെ ചെലവഴിക്കുന്നു. തിരിച്ച് അവിടെ നിന്ന് അവരുടെ മദർഷിപ്പിലേക്ക് എത്തുന്ന സമയത്ത് 23 വർഷങ്ങളാണ് കടന്നുപോയത്. ഇവർ ആ പ്ലാനറ്റിൽ ഏതാണ്ട് ഒരു മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ അതിന് പുറത്ത് 23 വർഷങ്ങളാണ് കടന്നുപോയത്. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇവർ പോകുമ്പോൾ ചെറുപ്പക്കാരനായിട്ടിരുന്ന അവരുടെ സുഹൃത്ത് തിരിച്ചു വന്നപ്പോൾ വൃദ്ധനായിട്ട് നിൽക്കുന്നതാണ് അവർ കാണുന്നത്. അപ്പൊ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളിൽ സമാനമായ കുറേയേറെ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ കൗതുകമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ തന്നെ ഏതാണ്ട് ഇന്റർസ്റ്റെല്ലാർ മൂവിയിൽ പറയുന്നതിനോട് വളരെ സാദൃശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, സ്റ്റോറീസ് ഒക്കെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. വിഷ്ണു പുരാണം അടക്കമുള്ള പുരാണങ്ങളിൽ, ഭാഗവത പുരാണങ്ങളിലൊക്കെ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. രൈവതൻ എന്നും കക്കുദ്മി എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മകൾ രേവതിയെ കുറിച്ചും പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. സോ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ആ സ്റ്റോറി എന്താണെന്ന് നോക്കാം. വിഷ്ണു പുരാണത്തിൽ പറയുന്നതനുസരിച്ച് ഈ രൈവതൻ എന്ന് പറയുന്ന രാജാവിന് ഒരു പുത്രിയും രേവതി എന്ന് പറയുന്ന പുത്രിയും 100 പുത്രന്മാരും ജനിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുത്രി രേവതി അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മകളെ ഓർത്ത് അദ്ദേഹം വളരെ വ്യാകുലപ്പെടുകയും ചെയ്തിരുന്നു. മികച്ച ഒരു വരനെ തന്നെ തന്റെ മകൾക്ക് കിട്ടണം. ആരായിരിക്കും ആ വരൻ എന്നുള്ളൊരു ചിന്ത എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ച് ബ്രഹ്മലോകത്തേക്ക് പോവുകയാണ്. ബ്രഹ്മലോകത്ത് അദ്ദേഹം എത്തുന്ന സമയത്ത് അവിടെ 2 ഗന്ധർവന്മാർ മനോഹരമായിട്ട് ഒരു ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാഹ എന്നും ഹുഹു എന്നുമാണ് ഈ ഗന്ധർവന്മാരുടെ പേരെന്നാണ് നമ്മുടെ വിഷ്ണു പുരാണത്തിലൊക്കെ പറയുന്നത്. ബ്രഹ്മാവിനെ സ്തുതിച്ചുകൊണ്ടാണ് അവർ ആ ഒരു ദിവ്യഗീതം പാടിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. ഇത് 2 രീതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം രേവതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൾ അനുഗമിച്ചു എന്നും പറയുന്നുണ്ട്. അദ്ദേഹം തനിച്ച് പോയി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ അദ്ദേഹം എത്തുകയാണ്. എത്തുന്ന സമയത്ത് ആ പാട്ട് അദ്ദേഹം കേട്ട് കുറച്ചുനേരം അവിടെ നിൽക്കുന്നു. ആ പാട്ട് പാടി കഴിയുന്ന സമയത്ത് ബ്രഹ്മദേവനെ അദ്ദേഹം പോയി കാണുകയാണ്. ബ്രഹ്മദേവനോട് അദ്ദേഹം ചോദിച്ചു, ഭഗവാനെ, ഞാൻ എൻ്റെ മകൾക്കൊരു ഉചിതമായ ഒരു വരനെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയ്ക്ക് എന്നെ അതിൽ സഹായിക്കാമോ? എനിക്കൊരു നിർദ്ദേശം നൽകൂ. എൻ്റെ മകൾക്ക് അനുയോജ്യനായിട്ടുള്ളൊരു വരൻ ആരെയാണ് ഞാൻ അവളെ ആർക്കാണ് വിവാഹം കഴിച്ച് നൽകേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ്, രൈവത, ഭൂമിയിലെ ഒരു മന്വന്തരമായി നീ ഈ ലോകത്തെത്തിയിട്ട് എത്രയോ സംവത്സരങ്ങൾക്ക് മുൻപേ നിന്റെ പുത്രപൗത്രാദികൾ മരിച്ചു പോയിരിക്കുന്നു. ഇത് കേട്ട് അദ്ദേഹം ഞെട്ടിപ്പോവുകയാണ്. കാരണം ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബ്രഹ്മലോകത്ത് എത്തിയിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഏതാനും നിമിഷങ്ങൾ അദ്ദേഹം ആയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം ഫീൽ ചെയ്യുന്നതെങ്കിലും റിയൽ ടൈമിൽ അല്ലെങ്കിൽ ആ ബ്രഹ്മലോകത്തിന് പുറത്ത് അപ്പോഴേക്കും ഒരു യുഗം അദ്ദേഹം കഴിച്ചു കൂട്ടിക്കഴിഞ്ഞു. ഒരു മന്വന്തരം വരെ അദ്ദേഹം അവിടെ കഴിച്ചു കൂട്ടി എന്ന് ബ്രഹ്മാവ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിഷ്ണു പുരാണത്തിൽ രേവതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൾ ബ്രഹ്മലോകത്ത് പോയതായി പറയുന്നില്ല. വിഷ്ണു പുരാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ബ്രഹ്മാവ് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ മകൾ മാത്രം നിത്യ യൗവനത്തോടും കന്യകാത്വത്തോടും കൂടി ഭൂമിയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ബാക്കിയുള്ള നിന്റെ സകല പരമ്പരയിൽപ്പെട്ടവരും സംവത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ അത്രത്തോളം വർഷങ്ങൾ ഭൂമിയിൽ കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചില വേർഷൻസിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ മകളും ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും ബ്രഹ്മാവ് ഒരു കാര്യം കൂടി ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്. ദ്വാരക എന്ന പേരിൽ നിന്റെ രാജ്യമായിരുന്ന കുശസ്ഥലി എന്ന് പറയുന്ന നഗരം ഇപ്പോൾ പ്രസിദ്ധമാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടേക്ക് പോകുമ്പോൾ, ബ്രഹ്മലോകത്തേക്ക് പോകുമ്പോൾ, ഈ നമ്മുടെ രൈവതന്റെ രാജ്യം എന്ന് പറയുന്നത് കുശസ്ഥലിയാണ്. പക്ഷെ അദ്ദേഹം ബ്രഹ്മലോകത്ത് ഏതാനും നിമിഷം മാത്രമാണ് നിൽക്കുന്നത്. ബ്രഹ്മാവുമായിട്ട് സംസാരിക്കുമ്പോൾ പക്ഷെ അദ്ദേഹം അറിയുന്നത് എന്താണ്? അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ രാജ്യം ഇപ്പോൾ ആ പേരിലല്ല അറിയപ്പെടുന്നത്. ഭൂമിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവിടെ ദ്വാരക എന്ന പേരിലാണ് ഒരു നഗരം ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്നത്. ബലരാമനാണ് അവിടെ ഭരണം നടത്തുന്നത് എന്ന് ബ്രഹ്മാവ് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്. നാരായണന്റെ അവതാരമായ കൃഷ്ണന്റെ ജ്യേഷ്ഠനാണ് ബലരാമനെന്നും നീ അദ്ദേഹത്തിന് നിന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്നും ബ്രഹ്മാവ് ഈ രാജാവിനോട് പറയുന്നുണ്ട്. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം ആദ്യം ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബോധത്തിലേക്ക് തിരികെ എത്തുന്നു. അതിനുശേഷം ബ്രഹ്മാവിനെ വണങ്ങി അദ്ദേഹം ഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഭൂമിയിലേക്ക് കാലുകുത്തിയ സമയത്ത് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഭൂമി ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്ന്.
വിഷ്ണു പുരാണത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഭൂമിയിലെത്തിയ രൈവതൻ പലയിടങ്ങളിലും പല പല കാഴ്ചകൾ കണ്ടു. ഇവിടുത്തെ മനുഷ്യർ കുറിയവരും ബലം കുറഞ്ഞവരുമായി തീർന്നിരിക്കുന്നു. അതായത് ഇദ്ദേഹം ബ്രഹ്മലോകത്തേക്ക് പോകുമ്പോൾ മനുഷ്യർ വളരെ ഉയരമുള്ളവരും വളരെ ആജാനുബാഹുക്കൾ എന്ന് പറയുന്ന പോലെ വളരെ ഉയരമുള്ള മനുഷ്യന്മാരും ആരോഗ്യവാന്മാരുമായിരുന്നെങ്കിൽ, അദ്ദേഹം മടങ്ങി വരുന്ന സമയത്ത് മനുഷ്യർ കുറിയവരും ബലം കുറഞ്ഞവരുമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് ഭൂമി മാറിപ്പോയി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. പിന്നീട് അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിന്റെ മകളെ കണ്ടുമുട്ടുന്നു. പിന്നീട് ബലരാമൻ ആ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് വിഷ്ണു പുരാണത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. ബട്ട് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമ ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമ, സയൻസ് ഫിക്ഷൻ സിനിമകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന സിനിമയിലും നമ്മൾ കാണുന്നത് സമാനമായ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ സമയത്തിന്റെ ആ ഒരു വിചിത്രമായ കാര്യം. ഒരു ഗ്രഹത്തിലേക്ക് പോകുന്നു, ബ്ലാക്ക് ഹോളിനടുത്തുള്ള ഒരു ഗ്രഹം, അവിടെ ഏതാനും സമയം മണിക്കൂറുകൾ മാത്രം സ്പെൻഡ് ചെയ്യുന്നു. തിരിച്ച് റിയൽ ടൈമിലേക്ക് അവിടെ നിന്ന് മടങ്ങി, നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് മടങ്ങി എത്തുമ്പോഴേക്കും ആ എത്തിയ സ്ഥലത്ത് 23 വർഷങ്ങൾ കടന്നുപോയി എന്ന് പറയുമ്പോൾ, ഇന്ന് സയൻസ് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണത്. അത്തരം വിഷയങ്ങൾ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രബന്ധങ്ങളൊക്കെ ഇപ്പൊ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഭാവിയിൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും പുരാണങ്ങളിൽ ഇതിനോട് സാദൃശ്യമുള്ള ഇത്തരം ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെയും ചില കാര്യങ്ങൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. 365 ദിവസങ്ങളാണ് ഒരു മനുഷ്യ വർഷമെന്ന് നമ്മുടെ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. 365 മനുഷ്യ വർഷങ്ങളാണ് ഒരു ദേവവർഷം അല്ലെങ്കിൽ ദിവ്യവർഷമായിട്ട് കാണുന്നത്. 4800 ദിവ്യ വർഷങ്ങളാണ് ഒരു കൃതയുഗം എന്ന് പറയുന്നത്. 3600 ദിവ്യ വർഷങ്ങളാണ് ഒരു ത്രേതായുഗം എന്ന് പറയുന്നത്. 2400 ദിവ്യ വർഷങ്ങളാണ് ഒരു ദ്വാപരയുഗം എന്ന് പറയുന്നത്. 1200 ദിവ്യ വർഷങ്ങളാണ് ഒരു കലിയുഗം എന്ന് പറയുന്നത്. 12000 വർഷത്തോട് ചേർന്ന 71 ചതുർയുഗങ്ങളാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. 14 മന്വന്തരങ്ങളാണ് ഒരു കൽപ്പം അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ഒരു പകലെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ ഒരു പകല് തന്നെ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ചില കണക്കുകൾ പുരാണങ്ങളിൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ബ്രഹ്മാവിന്റെ ഒരു പകലെന്ന് പറയുന്നത് 4.32 ബില്യൺ വർഷവും ബ്രഹ്മാവിന്റെ ഒരു രാത്രി എന്ന് പറയുന്നത് 4.32 ബില്യൺ വർഷവുമാണ്. എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 8.64 ബില്യൺ വർഷമാണ്. നമ്മൾ കൽപ്പാന്ത കാലത്തോളം എന്നൊക്കെ പറയുന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ ഒരു പകലിന് നമ്മൾ പറയുന്ന പേരാണ് ഒരു കൽപ്പം എന്ന് വെച്ചാൽ 14 മന്വന്തരങ്ങളാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത് 100 ബ്രഹ്മവർഷമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ അന്തമില്ല എന്നൊക്കെ പറയുന്നത് പോലെ വളരെ വളരെ വിചിത്രവും നമുക്ക് അവിശ്വസനീയമെന്നും തോന്നിപ്പോകുന്ന ഒരുപാട് കാര്യങ്ങൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പലതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇപ്പൊ ഈ ബ്രഹ്മലോകം എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാം, മറ്റ് ഏതോ ഒരു പ്ലാനറ്റ് ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇന്റർസ്റ്റെല്ലാർ ആ ഒരു മൂവിയിൽ പറയുന്ന സിറ്റുവേഷൻ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് നമുക്കിവിടെ വായിക്കാൻ പറ്റും. ഈ കഥകളൊക്കെ ഒരുപക്ഷെ മനുഷ്യൻ അന്ന് നമുക്ക് പ്രപഞ്ചത്തെയും ലോകത്തെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ഇതിന് റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പുരാണങ്ങൾ എന്ന് പറയുന്നത് വെറും കഥകളല്ല, അക്കാലത്തെ മനുഷ്യന്റെ കണ്ടെത്തലുകളും ശാസ്ത്രീയമായ വിശകലനങ്ങളും അറിവുകളും ഒക്കെ ചേർന്ന ഒന്ന് തന്നെയാണ്. പലതും അനുഭവങ്ങളും കഥകളുടെയും ഒക്കെ രൂപത്തിൽ സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ സരളമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നത് മാറ്റിവെച്ചാൽ അന്നത്തെ മനുഷ്യരുടെ ശാസ്ത്ര പുസ്തകങ്ങൾ കൂടിയായിരിക്കാം പല പുരാണങ്ങളും. ആ പുരാണങ്ങളിൽ പറയുന്ന പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല സ്റ്റോറികൾക്കും മോഡേൺ ടെക്നോളജിയുമായിട്ടും മോഡേൺ സയൻസുമായിട്ടൊക്കെ വലിയ സാദൃശ്യമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ കണ്ടെത്തലുകളോട് കിടപിടിക്കുന്നതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട പല ഗ്രന്ഥങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചവുമായും മനുഷ്യനുമായിട്ടുമൊക്കെ വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ ഒരു സ്റ്റോറി തന്നെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും